പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള സൈനിക സംഘർഷം 2 മാസം പിന്നിടുമ്പോൾ അത് നിർണായകമായ പ്രഖ്യാപനവുമായി ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി രംഗത്തെത്തി. അമേരിക്കൻ അധിനിവേശത്തെ തകർക്കുമെന്നും ഇറാന്റെ ആണവ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാൻ സ്റ്റേറ്റ് മീഡിയ പുറത്തിറക്കിയ ഔദ്യോഗിക വാർത്താക്കുറിപ്പിലൂടെയാണ് ഖമനേയി തന്റെ നിലപാട് ലോകത്തെ അറിയിച്ചത്. നിലവിലെ യുദ്ധ സാഹചര്യത്തിൽ ഇറാന്റെ നയം വ്യക്തമാക്കുന്നതാണ് ഈ സന്ദേശം. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സാന്നിധ്യം പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ഇറാന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു. പശ്ചിമേഷ്യൻ കടൽ തീരങ്ങളിലും ഹോർമുസ് കടലിടുക്കിലും അമേരിക്കൻ സൈന്യം നാണംകെട്ട പരാജയമാണ് ഏറ്റുവാങ്ങുന്നതെന്ന് ഖമനേയി പരിഹസിച്ചു. അത്യാധുനിക ആയുധങ്ങളുമായി എത്തിയ US നാവികസേനയ്ക്ക് ഇറാന്റെ പ്രതിരോധത്തിന് മുന്നിൽ അടിപതറി. ഇതോടെ പേർഷ്യൻ ഗൾഫിലും ഹോർമുസിലും പുതിയൊരു ചരിത്രാധ്യായം കുറിക്കപ്പെട്ടതായും അദ്ദേഹം അവകാശപ്പെട്ടു. സ്വന്തം സൈനിക താവളങ്ങൾ പോലും സുരക്ഷിതമായി നിലനിർത്താൻ കഴിയാത്ത അമേരിക്ക എങ്ങനെയാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് സുരക്ഷ ഉറപ്പു നൽകുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു. അമേരിക്കയുടെ സുരക്ഷാ വാഗ്ദാനങ്ങൾ വെറും പൊള്ളയാണെന്നും അവ തങ്ങളുടെ സ്വാർത്ഥ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ മാത്രമുള്ളതാണെന്നും ഖമനേയി കുറ്റപ്പെടുത്തി. ഇറാന്റെ സൈനിക കരുത്തിന്റെ നട്ടലായ ആണവ മിസൈൽ പദ്ധതികളിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ശത്രുക്കളുടെ ഏത് ആക്രമണത്തെയും ചെറുക്കാൻ ഈ ശേഷി അനിവാര്യമാണ്. രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ മിസൈൽ കരുത്ത് ഉപയോഗിക്കുമെന്നും അധിനിവേശ പ്രവർത്തനങ്ങളെ ധീരമായി നേരിടുമെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. യുദ്ധം തുടങ്ങിയ കാലം മുതൽ ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്ന മുന്നറിയിപ്പുകൾ ഖമനേയി വീണ്ടും ഓർമ്മിപ്പിച്ചു. മേഖലയിലെ അസ്ഥിരതയ്ക്ക് ഏക കാരണം അമേരിക്കൻ സൈന്യത്തിന്റെ സാന്നിധ്യമാണ്. ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ മണ്ണിൽ അമേരിക്കയ്ക്ക് നൽകിയിരുന്ന സൗകര്യങ്ങൾ പിൻവലിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളോട് പ്രത്യേകമായൊരു അഭ്യർത്ഥനയും ഖമനേയി നടത്തി. അമേരിക്കയുടെ സൈനിക നീക്കങ്ങളിൽ നിന്നും പ്രകോപനങ്ങളിൽ നിന്നും GCC രാജ്യങ്ങൾ വിട്ടുനിൽക്കണം. അമേരിക്കയുടെ പക്ഷം ചേർന്ന ഇറാനെതിരായ നീക്കങ്ങളിൽ പങ്കാളികളാകുന്നത് മേഖലയുടെ സമാധാനത്തിന് ഗുണകരമാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണാധികാരം ഇറാന്റെ കൈകളിലാണെന്ന് ഖമനേയി പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര കപ്പൽ പാത എന്ന നിലയിൽ ഹോർമുസിനെ നിയന്ത്രിക്കാൻ US നടത്തിയ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. കടലിടുക്കിലെ ഗതാഗതവും സുരക്ഷയും ഇറാന്റെ നിയന്ത്രണത്തിലാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പശ്ചിമേഷ്യയിലെ ഒട്ടുമിക്ക സംഘർഷങ്ങൾക്കും പിന്നിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങളാണെന്ന് ഇറാൻ വിശ്വസിക്കുന്നു. ഈ താവളങ്ങളെ അമേരിക്കയുടെ പാവകൾ എന്നാണ് ഖമനേയി വിശേഷിപ്പിച്ചത്. പ്രാദേശിക രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്താനും വിഭവങ്ങൾ കൊള്ളയടിക്കാനുമാണ് ഇവ ഉപയോഗിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. അറബ് രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കൻ സൈന്യം എന്നേക്കുമായി പുറത്തു പോകണം. എങ്കിൽ മാത്രമേ ഈ മേഖലയിൽ ശാശ്വതമായ സമാധാനം പുലരുകയുള്ളൂ. വിദേശ സൈന്യത്തിന്റെ സാന്നിധ്യമില്ലാത്ത ഗൾഫ് മേഖലയ്ക്ക് വളരെ ശോഭനീയായ ഭാവി ഉണ്ടാകുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇറാന്റെ വിപ്ലവ ഗാർഡുകൾ കഴിഞ്ഞ 2 മാസത്തിനിടെ നടത്തിയ പ്രത്യാക്രമണങ്ങൾ അമേരിക്കയുടെ അഹങ്കാരത്തിനേറ്റ തിരിച്ചടിയാണെന്ന് വാർത്താക്കുറിപ്പ് പറയുന്നു. കടലിലും കരയിലും അമേരിക്കൻ താവളങ്ങൾ ഇപ്പോൾ ഇറാന്റെ നിരീക്ഷണ പരിധിയിലാണ്. തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ ആരെയും അനുവദിക്കില്ല. മിസൈൽ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നത് പ്രതിരോധ ആവശ്യങ്ങൾക്കാണെന്നും എന്നാൽ ആക്രമിക്കാൻ വരുന്നവർക്ക് അത് വലിയ ദുരന്തമായി മാറുമെന്നും ഖമനേയി മുന്നറിയിപ്പ് നൽകി. മേഖലയിലെ ജനങ്ങൾക്കിടയിൽ അമേരിക്കൻ വിരുദ്ധ വികാരം വർദ്ധിച്ചു വരികയാണെന്ന് ഇറാൻ നിരീക്ഷിക്കുന്നു. തങ്ങളുടെ മണ്ണ് ഉപയോഗിച്ച് മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലേക്ക് അറബ് ജനത മാറണമെന്നും ഖമനേയി ആഹ്വാനം ചെയ്തു. ഇറാൻ US യുദ്ധം ലോക സാമ്പത്തിക രംഗത്തെയും ബാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും സാമ്പത്തിക സമ്മർദ്ദത്തിന് വഴങ്ങി ഇറാൻ കീഴടങ്ങില്ലെന്ന് ഖമനേയി വ്യക്തമാക്കി. തങ്ങളുടെ വിഭവങ്ങളും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച പ്രതിസന്ധിയെ മറികടക്കാനാണ് ഇറാന്റെ നീക്കം. അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ അന്ത്യം പേർഷ്യൻ ഗൾഫിൽ നിന്ന് തന്നെ തുടങ്ങുമെന്ന് ഖമനേയി വിശ്വസിക്കുന്നു. മേഖലയിലെ ചെറുത്തുനിൽപ്പ് ഗ്രൂപ്പുകൾക്ക് ഇറാന്റെ പിന്തുണ തുടരും. ഇത് കേവലം ഇറാന്റെ മാത്രം യുദ്ധമല്ലെന്നും മറിച്ച് അധിനിവേശത്തിനെതിരായ പ്രാദേശിക പോരാട്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ ഡ്രോൺ കരുത്തും സൈനിക അഭ്യാസങ്ങളും അമേരിക്കയെ പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട്. തങ്ങളുടെ താവളങ്ങൾക്ക് നേരെ എപ്പോൾ വേണമെങ്കിലും ആക്രമണം ഉണ്ടാകാമെന്ന ഭയത്തിലാണ് US സൈനികരെന്ന് ഇറാൻ സ്റ്റേറ്റ് മീഡിയ അവകാശപ്പെടുന്നു. GCC രാജ്യങ്ങൾ അമേരിക്കയുമായുള്ള സൈനിക കരാറുകൾ പുനർപരിശോധിക്കണം. അയൽരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിലൂടെ മാത്രമേ സുരക്ഷിതമായ പശ്ചിമേഷ്യ സാധ്യമാകൂ. പുറത്തുനിന്നുള്ള ശക്തികൾ ഇവിടെ ഭിന്നതയുണ്ടാക്കാൻ മാത്രമേ ശ്രമിക്കൂ എന്ന് ഖമനേയി പറഞ്ഞു. വാർത്താക്കുറിപ്പിന്റെ അവസാനം ഇറാന്റെ സൈനികർക്കും ജനങ്ങൾക്കും ഖമനേയി അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. പരീക്ഷണ ഘട്ടങ്ങളിൽ രാജ്യം അതിജീവിക്കും. ശത്രുക്കളുടെ ഉപരോധങ്ങൾ ഇറാന്റെ നിഷേധാഢ്യത്തിന് മുന്നിൽ നിഷ്പ്രഭമാകുമെന്നും അദ്ദേഹം പ്രത്യാശിച്ചു. ഇറാന്റെ പുതിയ ഈ നിലപാട് പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന്റെ ഗതി മാറ്റാൻ സാധ്യതയുണ്ട്. അമേരിക്ക ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നാണ് അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുന്നത്. നയതന്ത്ര ചർച്ചകൾക്ക് സാധ്യത കുറവാണെന്ന് ഖമനേയിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നു. അമേരിക്കൻ സൈന്യത്തെ തുരത്തുക എന്ന ലക്ഷ്യത്തിൽ ഇറാൻ ഉറച്ചു നിൽക്കുന്നതോടെ മേഖലയിൽ സംഘർഷം കൂടുതൽ രൂക്ഷമാകുമെന്ന് ഉറപ്പായി. പേർഷ്യൻ ഗൾഫിൽ ഇനിയുള്ള നാളുകൾ സൈനിക നീക്കങ്ങളുടെയും നയതന്ത്ര പോരാട്ടങ്ങളുടേതുമായിരിക്കും.